സാറേ, ഞങ്ങൾ കുറേ ആൾക്കാർക്ക് പരിചയമില്ലാത്തൊരു പേരിലാണ് നെല്ലുള്ളി ഫാമിലി. പേര് എന്താ വെച്ചാൽ ഞങ്ങൾ താമസം ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത് എല്ലാവർക്കും അറിയാം, പിന്നെ നേരെ ബാക്കിൽ തന്നെയാണ്. പക്ഷേ പാപ്പൻ്റെ പഴയ തറവാടിലെ പേരാണ് നെല്ലുള്ളി. ചാത്താമംഗലത്തായിരുന്നു. ഇപ്പോൾ വാപ്പ ഉമ്മ സൈനബ എല്ലാവർക്കും അറിയാം. മൂത്ത മകൾ റെയ്ഹാനത്ത്, കുഞ്ഞോളെന്ന് വിളിക്കുന്ന റെയ്ഹാനത്തിൻ്റെ പുതിയാപ്പിള ഉസ്മാൻ. പിന്നെ രണ്ടാമത്തത് സുനീറ, ബീവി എന്ന് വിളിക്കുന്ന സുനീറ. പിന്നെ പുതിയാപ്പിളാണ് അബ്ദുറഹിമാൻ തെങ്ങിലക്കടവ്. മൂന്നാമത്തത് എല്ലാ കുരുത്തക്കേടുള്ള ഞാൻ. എൻ്റെ പെണ്ണുങ്ങളാണ് ഇത്. പിന്നെ അടുത്തത് ഞങ്ങൾക്ക് 2 ഇരട്ടകളാണ്. കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. സൽമത്തും റഹ്മത്തും കയ്യൊന്ന് വെച്ചാൽ. പിന്നെ മക്കൾ കുഞ്ഞോൾക്ക് 3 ആളാണ്. ആദ്യത്തത് നേരത്തെ ക്ലാസ് എടുത്ത ഡോക്ടർ അസ്ന ഉസ്മാൻ. രണ്ടാമത്തത് അനീസ്. അസ്ന ഉസ്മാൻ്റെ ഹസ്ബൻഡ് ഷമീം ഭയങ്കര പാട്ടുകാരാണ്. ഇത് കഴിഞ്ഞ ഉടനെ മൂപ്പര് പാടും ഇൻഷാ അല്ലാഹ്. ഷമീമോൽക്ക് ഒരു മകനാണ് ഇതാ അഹമ്മദ്. പിന്നെ രണ്ടാമത്തത് അനീസ് കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ച നമ്മളെ കുടുംബത്തിലേക്ക് പുതുതായി വന്ന ഇബ്തിസ. പേര് കറക്റ്റാണോ എന്ന് എനിക്കറിയുള്ളൂ, പറഞ്ഞത്. ചെറുപ്പയാണ്, കഴിഞ്ഞ ആഴ്ചയായിരുന്നു കല്യാണം. പിന്നെ മൂന്നാമത്തത് ഇബ്രാഹിം ഉസ്മാൻ, കൈയൊന്നു വെച്ചത്. പിന്നെ ബീവിക്ക് 3 ആള്. മൂത്തത് മുബഷിറിന്റെ വൈഫ് സോനു, ഷബ്ന, നേരത്തെ പാട്ട് പാടിയാണ്. അതിന് ഒരു കുട്ടിയുടെ കുട്ടി ഇവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തത് മുൻഷിന്റെ പുതിയാപ്പിള ഇർഷാദ്. മുത്താലത്താണ് ഓരോ വീട്, ഓരോരു കുട്ടി. എടെ ഐദീൻ കയ്യൊന്നിക്കണം. പിന്നെ എനിക്ക് അടുത്ത അതിൽ ഒരാളുള്ളത് മുനീബ്. ഇന്നലെ ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഒരു ഡൽഹിയിൽ ജാമ്യയിൽ പഠിക്കുകയാണ്. നാളെ ഒരു എക്സാം പെട്ടെന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് ഇന്നലെ ഇവിടുന്ന് പോകേണ്ടി വന്നു. ഡൽഹിയിലാണുള്ളത്. പിന്നുള്ളത് എൻ്റെ 4 കുട്ടികളാണ്. അബ്ദുള്ള, അമാന, ഐമൻ, അഫ്ര. പിന്നെ സൽമത്തിന് 3 ആള്. സനീന്, നുഹ, അമ്മാർ. പിന്നെ സൽമത്തിന്റെ അളിയൻ സിദ്ദീഖ്, അരയങ്കോടാണ് ഒരു സ്വദേശം. പിന്നെ ഏറ്റവും അവസാനം റഹ്മത്തിന്റെ പുതിയാപ്പിള ഷാജി, നിലമ്പൂരാണ് വീട്. ഉൽക്കൊരു എവിടെ ഇവിടെ. ഇത്രയാണ് ഞങ്ങളുടെ കുടുംബം. ഉമ്മക്ക് എന്തോ കുറെ കഥകൾ പറയാനുണ്ട്, ഉമ്മ പറയും ഇൻഷാ അല്ലാഹ്. അസ്സലാമലൈക്കും. കഥ ഒന്നും പറയാനില്ല. നഫീസ താത്തനെ പറ്റി 2 വാക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാൻ കഴിയുമെന്ന് തോന്നില്ല. ജെസ്സി പറഞ്ഞ പോലെ ഉമ്മനെ പറ്റിയും നഫീസ താത്തനെ പറ്റിയും പറയാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറയാൻ കഴിയൂല. ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ അത്ര സ്നേഹത്തിൽ ജീവിച്ച ആൾക്കാരല്ലേ. താത്തൻ ഇവിടെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ എനിക്ക് 11 വയസ്സാണുള്ളത്. താത്തൻ്റെ എപ്പോഴും എപ്പോഴും എല്ലാ കാര്യത്തിനും ഞാൻ വയ്യേക്ക് നടക്കും. ഇവിടെ കുളം ഉണ്ടായി, ഞങ്ങൾ കുളിക്കാൻ പോകും. ചിരിച്ച് എല്ലാവരും ചോദിക്കാം, നാത്തൂനും വന്നിട്ടുണ്ടെങ്കിൽ ചിരിക്കാനേ അവർക്ക് നേരം ഉണ്ടാവും. എങ്ങനെ പറയുക, ഞങ്ങളിങ്ങനെ കളിയാക്കും എല്ലാവരും. എല്ലാ കാര്യവും ഒപ്പരം ഒന്നിച്ച്. ഇപ്പോഴും എനിക്ക് കഥ പറഞ്ഞു തരി തന്നെ ഓളെ വയ്യേക്ക് നടക്കും. ഇപ്പോൾ ഓളെ വീട്ടിലുള്ളവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയാനും പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും എല്ലാം അറിയുന്നവളായിരുന്നു. നല്ലൊരു ദീനിയായ ഒരു സ്ത്രീ ആയിരുന്നു. ഉമ്മക്ക് ഓള് വന്ന ശേഷമാണ് ഉമ്മ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതും ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെയൊക്കെ എല്ലാം ഉമ്മക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ദീനിയായൊരു പെണ്ണായിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത സ്നേഹമായിരുന്നു ഉമ്മനോടും ഞങ്ങളോട് എല്ലാവരോടും. കുടുംബത്തിൽ നല്ലൊരു സ്നേഹമുള്ളൊരു പെണ്ണായിരുന്നു. അത് കേൾക്കും മറ്റുള്ള നാത്തുമാർ വിചാരിക്കേണ്ട പോലെ കുറ്റം പറയുകയാണെന്ന്. എല്ലാവരും സ്നേഹമുള്ളവർ തന്നെയാണ് ഉമ്മയും പാപ്പയില്. പക്ഷേ ഈ താത്തക്ക് ഭയങ്കര ദീനീബോധമുള്ള താത്തായിനി. മൻസൂറിൻ്റെ ഉമ്മനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ നല്ല രസത്തിൽ ജീവിച്ച് കുറേ കാലം അങ്ങനെ ജീവിച്ച്. അങ്ങനെ താത്തക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. അങ്ങനെയാണ് പെട്ടെന്ന് മരണമൊക്കെ ഉണ്ടായത്. അങ്ങനെ മരിച്ചു പോയി. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു മരണമായിരുന്നു. അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.